സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഇസ്രായേൽ അവരുടെ വംശഹത്യാശ്രമം ഗസയിൽ തുടരുകയാണ്. 2 വർഷമാകാൻ പോകുന്നു അവിടെ ഇസ്രായേലിൻ്റെ അതിഭീതിതമായ ആക്രമണം ആരംഭിച്ചിട്ട്. അതിൻ്റെ ഒരു കൾമിനേഷൻ പോയിന്റിലേക്ക് എത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഗാസ സിറ്റിയിലേക്ക് ഇസ്രായേലിൻ്റെ കരസേന ആക്രമണം നടത്തുന്നു. 2 വശങ്ങളിലൂടെ ആക്രമിച്ചുകൊണ്ട് ആ ജനതയെ അവിടെ നിന്ന് പൂർണ്ണമായി തുരത്താൻ ശ്രമിക്കുന്നു. അതിനിടയിൽ നിരവധി നിസ്സഹായരും നിരപരാധികളുമായിട്ടുള്ള മനുഷ്യർ മരിക്കുന്നു. ആശുപത്രികളിൽ പോലും ജനങ്ങൾക്ക് കഴിയാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാകുന്നു. ഈ ഗാസ സിറ്റിക്ക് നേർക്കൊണ്ട കരയാക്രമണം ആരംഭിക്കുന്നത് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് തൊട്ട് പിറകെയാണ്. ഖത്തറിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സമാധാന ചർച്ചകൾക്ക് വേദിയാകാൻ ഇടയുള്ളൊരു രാജ്യത്തെ ഇസ്രായേൽ ആക്രമിക്കുക വഴി സമാധാന ചർച്ചകൾക്കുള്ളൊരു സാധ്യത പൂർണ്ണമായും അടയ്ക്കുകയാണ് ഇസ്രായേൽ ചെയ്തത്. അതിന് പിറകെയാണ് ഗാസ സിറ്റിക്ക് നേർക്ക് ഉള്ള ആക്രമണം ഇസ്രായേൽ ആരംഭിക്കുന്നത്. അവിടെ വലിയ കെട്ടിടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതിൻ്റെ തൊട്ട് പുറകെ ആ കെട്ടിടങ്ങളിൽ ബോംബുകൾ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ വ്യോമാക്രമണം നടത്തുകയോ ചെയ്തുകൊണ്ട് ആ കെട്ടിടത്തെ പൂർണ്ണമായി തകർക്കുന്നു. അത്തരം ദൃശ്യങ്ങൾ ഒരുപാട് നമ്മളുടെ മുമ്പിലേക്ക് ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കുള്ളിൽ വരികയുണ്ടായി. അപ്പോൾ എന്താണ് ഇസ്രായേൽ ഇപ്പോൾ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഫലസ്തീൻ ജനത അവർ ഒരുപക്ഷെ 1948 മുതലോ അതിനു മുമ്പോ ആരംഭിച്ച പലായനത്തിൻ്റെ ഒരു തുടർച്ചയോ അവരിതുവരെ കാണാത്ത വിധത്തിലുള്ളൊരു പലായനമോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിൽ കിട്ടിയത് മാത്രം എടുത്തുകൊണ്ട് ഫലസ്തീൻ ജനത ഗസയിൽ നിന്ന് സുരക്ഷിതമെന്ന് അവർ കരുതുന്ന ഒരു പ്രദേശത്തേക്ക് മാറുന്നു. ഒരുപക്ഷെ 2003 ഒക്ടോബർ 7 ശേഷം പലകുറി അഭയാർത്ഥികളാക്കപ്പെട്ട പലകുറി പലായനം ചെയ്യപ്പെടേണ്ടി വന്ന ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലം സുരക്ഷിതമെന്ന് കരുതി അവർ മാറി നിൽക്കുന്നു. അവിടേക്ക് ആക്രമണം വരുമ്പോൾ അവിടെ നിന്ന് മാറുന്നു. പുതുതായി മാറിയെത്തിയ സ്ഥലത്തേക്ക് വീണ്ടും ആക്രമണം നടക്കുന്നു, അവിടെ നിന്ന് മാറുന്നു. ഇതിനിടയിൽ ഒരുപാട് മനുഷ്യർക്ക്, സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ. ഇതിനെക്കുറിച്ചാണ് നമ്മൾ വീണ്ടും സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് ഡോക്ടർ ലിറാർ പുളിക്കലകത്താണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മളിപ്പോൾ ഉള്ളൊരു സിറ്റുവേഷനെ എങ്ങനെ മനസ്സിലാക്കണം? ഈ ഒരു അഭയാർത്ഥികൾ എന്നല്ല, സ്വന്തം സ്ഥലത്ത് അഭയാർത്ഥികളായി പലകുറി അഭയാർത്ഥികളായി മാറേണ്ടി വരുന്ന ഒരു ജനത ലോകം ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ ലോക ജനതയും ലോക ഭരണകൂടവും വിവിധ രാഷ്ട്രങ്ങളിലെ ഭരണകൂടമൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളും ഒരു പരിധിവരെ അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നു. നമ്മളുടെ ചുരുങ്ങിയ പ്രയാസങ്ങളിൽ പോലും അതൃപ്തരാകുന്ന ഒരു ജനത, ലക്ഷക്കണക്കിന് മനുഷ്യരിങ്ങനെ അഭയാർത്ഥികളായി മാറേണ്ടി വരുന്നത്, അടുത്ത നിമിഷം മരിക്കാം എന്നുള്ളൊരു അവസ്ഥയിൽ ജീവിക്കേണ്ടി, ഇതിനൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നമ്മൾ കാണണം ഗസയെ? രാജീവ് സാറ് പറഞ്ഞ പോലെ തന്നെ പലസ്തീനിയൻസിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ്, ഇപ്പോഴത്തെ എന്നല്ല, നേരത്തെ നമ്മൾ അവരെ കാണുന്നത് ഒരു അഭയാർത്ഥി സമൂഹമായിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റേറ്റ്ലെസ് കമ്മ്യൂണിറ്റി. ഒന്നുകൂടി വളരെ വ്യക്തമായിട്ട് രാജീവ് സാർ പറഞ്ഞ പോലെ തന്നെ സ്വന്തം രാഷ്ട്രത്തിനകത്ത് തന്നെ അഭയാർത്ഥികളായിട്ട് ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു വലിയൊരു ജനത. ഓക്കെ, അത് പല ഭാഗങ്ങളിലായിട്ട് വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഈസ്റ്റ് ജെറൂസലേമിലും പല ഭാഗങ്ങളിലായിട്ട് നിൽക്കുന്നു. കുറെ അഭയാർത്ഥികൾ അല്ലെങ്കിൽ അഭയാർത്ഥികൾ എന്നുള്ള ഒരു നിർവചനത്തിൽ നമ്മൾ കാണുക ചിലപ്പം നമുക്ക് നൈബറിംഗ് കൺട്രീസിലുള്ള, അത് ഈജിപ്തിലായിക്കോട്ടെ, ലെബനോൻ, സിറിയ, ജോർദാൻ, ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ജോർദാനിലായിരിക്കാം. അതിൽ കുറെ ആളുകൾക്ക് സിറ്റിസൺഷിപ്പ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ശതമാനം, അല്ലെങ്കിൽ മോർ ദാൻ 5 മില്യൺ ആണ് നമ്മുടെ UNRWA ഒരു കണക്ക് പ്രകാരം, യുണൈറ്റഡ് നാഷൻസ് റിലീഫ് ആൻഡ് വർക്ക് ഏജൻസി, പലസ്തീനിയൻസിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു അഭയാർത്ഥി ഏജൻസിയാണ് അത്. അതിന്റെ കണക്ക് പ്രകാരം തന്നെ പറയുന്നത് 5 മില്യണിലധികം, 5 ദശലക്ഷത്തിലധികം പലസ്തീനികളാണ് അഭയാർത്ഥികൾ എന്നുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു സംഭവം നമ്മൾ കൂടുതൽ, എനിക്ക് ചർച്ചകളും അല്ലെങ്കിൽ ആഗോള മാധ്യമങ്ങളും എല്ലാവരും ചർച്ച ചെയ്യുന്ന, ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു കേസ് ഇപ്പം ഗാസയിലെ ഒരു പ്രത്യേക സാഹചര്യമാണ്.
ഇതിൽ ഗാസയുടെ ഒരു പ്രത്യേക നമുക്ക് എന്താ ഓൾറെഡി നമുക്ക് ഗാസയെ പല പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ പല പൊളിറ്റിക്കൽ അനലിസ്റ്റുകളും അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റുകളൊക്കെ ഗാസയെ നേരത്തെ തന്നെ വിളിച്ചത് ലോകത്തിലെ തന്നെ ദ വേൾഡ്സ് ലാർജസ്റ്റ് ഓപ്പൺ എയർ പ്രിസൺ എന്നാണ് ഗാസയെ വിളിച്ചത്. അത് അവരുടെ ഒരു അവസ്ഥയാണ് അത് സൂചിപ്പിക്കുന്നത്. വർഷങ്ങളായിട്ട് മീൻസ് പ്രത്യേകിച്ച് 2007 ശേഷമുള്ള ഇസ്രായേലിന്റെ ഉപരോധത്തിന് ശേഷം പ്രത്യേകിച്ചും ഒരുപാട് നരകയാതന അനുഭവിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ഡെൻസിലി പോപ്പുലേറ്റഡ് പ്ലേസസ് ഓൺ എർത്ത് എന്നും അറിയപ്പെടുന്ന ഒരു പ്രദേശമാണത്. ഒന്നുകൂടി വ്യക്തമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഗാസ സ്ട്രിപ്പിന്റെ ഒരു ജിയോഗ്രഫി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും. വെറും ഏതാണ്ട് ഇപ്പൊ നമ്മള് ഇപ്പൊ സ്ക്വയർ കിലോമീറ്റർ വെച്ച് പറയുന്നതിലാണ് കുറച്ചൊരു ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു അതിന്റെ ടോട്ടൽ ലെങ്ത് പറയായിരിക്കും. അപ്പൊ ഏകദേശം ഒരു 40 മുതൽ 41 കിലോമീറ്റർ വരെയാണ് ഇപ്പൊ അതിന്റെ ലെങ്ത്, അല്ലെങ്കിൽ ഒരു അറൌണ്ട് 25 മൈൽസ് ആണ് ഈ ഒരു ചെറിയൊരു സ്ട്രിപ്പ്. അതിന്റെ ഒരു വെടുത്ത് നമ്മൾ നോക്കുന്ന ഏറ്റവും ഒരു നാരോ സ്ട്രിപ്പിൽ വരുന്നത് 5 കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഒരു കുറച്ചുകൂടി വൈഡസ്റ്റ് ആയിട്ടുള്ള ഭാഗം വരുന്ന ഒരു പക്ഷെ ഒരു 13 to 14 കിലോമീറ്റർ ആണ്. അപ്പൊ ഈ ഒരു 41 കിലോമീറ്ററിന്റെ ലെങ്ത്തിന്റെ അകത്താണ് നമ്മൾ ഏകദേശം 2.3 മില്യൺ ആളുകൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതിന് വൺ ഓഫ് ദി മോസ്റ്റ് ഡെൻസിലി പോപ്പുലേറ്റഡ് പ്ലേസസ് ഓൺ എർത്ത് എന്ന് പറയുന്നത്. ഈ ഒരു സ്ഥലത്ത് ഈ ആളുകൾ ഇതിൽ തന്നെ നല്ലൊരു ശതമാനം ആളുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു അഭയാർത്ഥികളായിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രത്തിന്റെ അകത്ത് തന്നെ അഭയാർത്ഥികളാകാൻ വിധിക്കപ്പെട്ട അല്ലെങ്കിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ ജനിച്ച് അഭയാർത്ഥി ഏജൻസികളായിട്ടുള്ള UNRWA അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഏജൻസീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന എയ്ഡും അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അസിസ്റ്റൻസോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനോ ഹെൽത്ത് ഫെസിലിറ്റീസോ വാട്ട് എവർ ഇറ്റ് ഈസ് അതിന്റെയൊക്കെ ഒരു അല്ലെങ്കിൽ അതിന്റെ ഒരു കാരുണ്യം കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു ജനവിഭാഗത്തിന് മേലെയാണ് ഇപ്പൊ ഈ ഒരു പുതിയൊരു എപ്പിസോഡ് ഓഫ് ഈ ഒരു നമ്മൾ എന്താ പറയാ ബൊംബാർഡ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പൊ രാജീവ് സാർ നേരത്തെ പറഞ്ഞു ഈ അഭയാർത്ഥികളാകാൻ വിധിക്കപ്പെട്ട ഈ ജനതയ്ക്ക് മേൽ ഇപ്പം ഒക്ടോബർ കഴിഞ്ഞ അതിന്റെ 2ാമത്തെ വാർഷികത്തിലേക്കാണ്, ഒക്ടോബർ 7 ഹമാസിന്റെ അറ്റാക്ക് നടക്കുന്നത് ഇസ്രായേലിനെതിരെ. അതിന് ശേഷമാണ് ഈ ഒരു കണ്ടിന്യൂസ് ഇത് നടക്കുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും മീഡിയ കാണുന്നത് ഇത് 2023 ആ ഒരു അറ്റാക്കിന്റെ ഒരു പ്രതികരണമായിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു തിരിച്ചടി ആയിട്ടാണ് ഇപ്പം ഇസ്രായേലിന്റെ അറ്റാക്കിനെ കാണുന്നത്, അല്ലെങ്കിൽ ഹമാസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്. പക്ഷെ നമ്മൾ ഇതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് മൊത്തത്തിൽ നമ്മൾ എടുക്കണം. ഏത് ഏജൻസി പബ്ലിഷ് ചെയ്യുന്ന കണക്കായിക്കോട്ടെ അതിലെല്ലാം കൃത്യമായിട്ട് കാണുന്നത് ഇതിൽ കൊല്ലപ്പെട്ടത് മെജോറിറ്റിയും ഹമാസിന്റെ ഫൈറ്റേഴ്സ് അല്ല, മറിച്ച് സ്ത്രീകളാണ്, കുട്ടികളാണ്, വൃദ്ധരാണ്, അല്ലെങ്കിൽ അംഗപരിമിതരാണ്. ഇനി ഇതിന്റെ നമ്മളിപ്പം അറൌണ്ട് 70,000 ആളുകളാണ് ഇപ്പൊ നിയർലി കൊല്ലപ്പെട്ടെന്ന് പറയുന്നത്. ഏകദേശം ഒരു 10,000-ലധികം ആളുകൾ കെട്ടിടത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നു. ഇതിന്റെ ഇരട്ടി ആളുകൾക്കാണ് പരിക്കേറ്റവരും അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിച്ച ആളുകൾ. ആ കണക്ക് വേറെ കിടക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡിസ്ട്രക്ഷൻ ഇതിന്റെ ഭാഗമായിട്ട് നടന്നത്. ഗാസയിൽ നിലവിൽ UN ഏജൻസി തന്നെ അല്ലെങ്കിൽ പല ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഏജൻസി, ആംനസ്റ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ആയിക്കോട്ടെ, ഇവരെല്ലാം പല റിപ്പോർട്ടുകളിൽ പരാമർശിച്ച കാര്യമാണ് ഗാസയിൽ നിലവിൽ ഒരു സ്ഥലവും വാസയോഗ്യമായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലെ ആളുകൾ ഇപ്പൊ നേരത്തെ രാജീവ് സാറ് പറഞ്ഞു മൾട്ടിപ്പിൾ ടൈം ഡിസ്പ്ലേസ്മെന്റ് ഫേസ് ചെയ്യപ്പെട്ട ഒരു ജനതയാണ് പലസ്തീനിയൻസ്. അത് അവരുടെ ലൈഫിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു കാര്യമല്ല. 948 മുതൽ അവരത് ഫേസ് ചെയ്യുന്നുണ്ട്. 948 ഇസ്രായേൽ എന്ന സ്റ്റേറ്റ് ഫോം ചെയ്ത സമയത്ത് നമ്മൾ അതിനെ നക്ബ എന്ന് വിളിച്ചു. അൽ നക്ബ എന്നിപ്പം അറബിക്കിൽ അതിന് മീൻസ് കറ്റാസ്ട്രോഫി എന്ന് പറയും, ഒരു ദുരന്തം. ആ ഒരൊറ്റ സിംഗിൾ യുദ്ധത്തിൽ തന്നെ പലസ്തീൻസ് ഏകദേശം 7,50,000 പലസ്തീനിയൻസ് ആണ് അവരെ നാടും വീടൊക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നത്, അല്ലെങ്കിൽ അവരെ തുരത്തി ഓടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇസ്രായേലി അല്ലെങ്കിൽ ജൂയിഷ് മിലിറ്റന്റ് ഗ്രൂപ്പ്സ് ആണ് അവരെ അവിടുന്ന് ഓടിക്കുന്നത്. ഒരുപാട് 500-ലധികം ഗ്രാമങ്ങളാണ് ചുട്ടരിക്കപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ തകർക്കപ്പെട്ടത്. അതിനുശേഷം നടന്നൊരു മേജർ ഡിസ്പ്ലേസ്മെന്റ് പലസ്തീനിയൻസ് ഫേസ് ചെയ്ത് അത് നക്സ എന്നാണ് അതിനെ പറയുന്നത്. 967 6 ഡേ വാറിന്റെ സമയത്താണ്. ആ ഒരു വാറിലാണ് അത് പലസ്തീനിയൻസിനും നഷ്ടം വലിയൊരു ഡിസാസ്റ്റർ ആയിരുന്ന ഒരു വാർ. അതേപോലെ തന്നെ അറബ് രാഷ്ട്രങ്ങൾക്കും ഈജിപ്തിനും സിറിയക്കും ജോർദാനും ഒക്കെ വൻ നഷ്ടം അല്ലെങ്കിൽ ഒരുപാട് നാശം ഉണ്ടാക്കിയ ഒരു യുദ്ധമായിരുന്നു 967 6 ഡേ വാർ.
അന്ന് ഏകദേശം 3 ലക്ഷത്തോളം പലസ്തീനിയൻസ് അന്നും ഡിസ്പ്ലേസ്ഡ് ആയി. അതിനെ നക്സ എന്നാ പറയാ, ഡിഫീറ്റ് റിട്രീറ്റ് എന്നൊക്കെ ഒരു അർത്ഥത്തിൽ. അപ്പം ഈ നക്ബയിൽ നിന്നും നക്സയിലേക്ക് വരുന്നു, അതിന്റെ ഇടയിലും ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുന്നു. ഇനി പുതിയ എപ്പിസോഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റിനെ അല്ലെങ്കിൽ 2003 ശേഷം നടന്ന പലായനത്തെ അത് മെയിൻലി അത് അഫക്ട് ചെയ്തത് നമ്മൾ പറയപ്പെടുന്നു ഇപ്പം ഈ ഗാസയിലുള്ള ആളുകളാണ്. അപ്പം ഈ ഏകദേശം 23 ലക്ഷം ആളുകളെ ഇടയിൽ ഏകദേശം എത്ര ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നതിലപ്പുറത്തായിട്ട് ഈ ജീവനുള്ള ആളുകൾ ഇനി എവിടെയാണ് ജീവിക്കുക, അല്ലെങ്കിൽ നോവർ ടു ഗോ, അല്ലെങ്കിൽ ഈ ഒരു റീജിയനിൽ ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് ഗാസ സ്ട്രിപ്പിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ഈ ആളുകൾ എങ്ങോട്ടാണ് പോകുന്നത്? അതിന്റെ ഒരു പ്രത്യേകത, നേരത്തെ അവര് പലായനം നടത്തിയ ഒരു സിറ്റുവേഷനിലല്ല ഇപ്പോഴത്തെ ഒരു കോണ്ടക്സ്റ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ആളുകൾക്ക് പലായനം ചെയ്യണമെന്നുണ്ടെങ്കിൽ, നടക്കണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓടണമെന്നുണ്ടെങ്കിലോ അങ്ങനെ മൂവ് ചെയ്യാനുള്ള ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ അതിനുള്ള ഒരു ആരോഗ്യം ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. അപ്പം ആ ഒരു സിറ്റുവേഷൻ കൂടി നമ്മൾ ഇതിന്റെ കൂടെ തന്നെ കാണണം. കാര്യം എന്താ വെച്ചാൽ, പലസ്തീനിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ജനിച്ച നാട് അല്ലെങ്കിൽ അവരെ മദർ ലാൻഡ് എന്നുള്ളത് ഏതൊരാളെ പോലെ തന്നെ പലസ്തീനിയൻസിനും എന്താണ് അവരെ മാതൃരാജ്യം. അവര് ഒരുപാട് വില കൊടുക്കുന്ന ഒരു കാര്യം തന്നെ, അതിൽ സംശയമൊന്നുമില്ല. അപ്പൊ നമ്മളിതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പലസ്തീനിയൻസ് ഇപ്പോഴത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഗാസ സ്ട്രിപ്പിൽ നിന്ന് അവർക്ക് ഇപ്പൊ നമുക്കറിയാം, നോർത്തേൺ ഗാസയിൽ നിന്ന് അവരെ ഒരു സ്റ്റേജിൽ യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ നോർത്തേൺ ഗാസയിൽ നിന്ന് സെൻട്രൽ ഗാസയിലേക്ക് ആട്ടിപ്പായിക്കുന്നു, പിന്നെ ഖാൻ യൂണിസിലേക്ക്, പിന്നീട് റഫ ബോർഡറിലേക്ക്, ഈജിപ്തുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു ഭാഗത്തേക്ക് ഇപ്പൊ ഏതാണ്ട് ആളുകളെല്ലാം സതേൺ ഗാസയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഓൾറെഡി ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്മോൾ സ്ട്രിപ്പിന്റെ അകത്തേക്കാണ് വീണ്ടും ആളുകളെ വേറൊരു കോർണറിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിച്ച് അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി അങ്ങോട്ട് എക്സ്പെൽ ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. എങ്കിൽ തരക്കടലിൽ പോകുന്ന ആളുകൾക്ക് ഓൺ ദ വേയിൽ എന്തെങ്കിലും സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ, ഒരു സെക്യൂരിറ്റി ഇല്ല. ഓൺ ദ വേയിൽ അവർ ആക്രമിക്കപ്പെട്ടേക്കാം, ബോംബാർഡ്മെന്റ്സ് ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരെ ബിലോങ്ങിങ്സും പ്രോപ്പർട്ടീസും കാര്യങ്ങളും എല്ലാം കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം, സാവകാശം അവർക്ക് കിട്ടുന്നില്ല. ഇങ്ങനെ ഒരുപാട് പരിമിതികൾക്കുള്ളിലാണ് ഈ ഒരു പുതിയ പാലായനം നടക്കുന്നത്. അതിലേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, ഇനി അവർ എങ്ങോട്ടാണ് ഓടേണ്ടത് എന്നുള്ളൊരു ചോദ്യം കൂടി ബാക്കി കിടക്കുന്നുണ്ട്. കാരണം ഈ ഗാസ സ്ട്രിപ്പിന്റെ ഒരു ജോഗ്രഫി നമ്മൾ നോക്കും, ഞാൻ നേരത്തെ പറഞ്ഞു ഏകദേശം 41 കിലോമീറ്റർ ലെങ്ത് എന്ന് പറഞ്ഞു. ഇതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു ഫാക്ടറാണ്, ഈ ഗാസ സ്ട്രിപ്പിന്റെ 2 ഭാഗം ഏതാണ്ട് ഇസ്രായേലിന്റെ ബോർഡർ ആണ് വരുന്നത്, അല്ലെങ്കിൽ അത്രയും ചെക്ക് പോയിന്റ്സുകൾ വരുന്നുണ്ട്. സദേൺ ടിപ്പ് വരുന്നത് റഫ ബോർഡർ, സിനായ് പെനിൻസുലേക്ക് വരുന്ന ആ ഒരു ഭാഗമാണ് ഈജിപ്തുമായിട്ട് കണക്ഷൻ, ഒരു ചെറിയൊരു ബോർഡർ ഷെയർ ചെയ്യുന്നത്. അത് നമുക്കറിയാം, അത് ഏതാണ്ട് ഇപ്പൊ പെർമനന്റ്ലി തന്നെ ഒരു ബ്ലോക്കേഡിലാണ്, അല്ലെങ്കിൽ അതും ഇസ്രായേലിന്റെ ഒരു കൺട്രോളിൽ നിൽക്കുന്ന ഒരു സെക്യൂരിറ്റി പോയിന്റ് വേണമെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെയുള്ള ഒരു ഭാഗം മുഴുവനായിട്ട് വരുന്നത് എന്താണ്, മെഡിറ്ററേനിയൻ കടലാണ്. അപ്പൊ ഈ ആളുകൾക്ക്, ഈ ഗാസ സ്ട്രിപ്പിലുള്ള ആളുകൾക്ക് പോകാനൊരു ഇടമില്ലാത്ത ഒരു സാഹചര്യം കൂടി നമ്മൾ ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കണം. ഞാനത് ചോദിക്കാൻ വരുമായിരുന്നു. ഇപ്പോൾ നമ്മൾ കുറെ കാലമായി പറഞ്ഞു, ഇപ്പോൾ 1948 തുടങ്ങിയത്, ഒരുപക്ഷെ അതിന് മുമ്പേ തന്നെ തുടങ്ങിയത്. അതിനു മുമ്പ് എന്താ രാഷ്ട്രമില്ല എന്നുള്ളതേ ഉള്ളൂ. ജൂയിഷ് കമ്മ്യൂണിറ്റി ഈ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന അവിടെ കാലങ്ങളായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഭൂമിയായിരുന്ന പ്രദേശങ്ങളിൽ താമസിച്ചുകൊണ്ടിരുന്ന അറബ് വംശജരായ ജനതയെ അൺസെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സത്യം പറഞ്ഞപ്പോൾ ഈ 2023 ഒക്ടോബർ 7 ശേഷമുള്ള ഈ കുടിയൊഴിപ്പിക്കലിനെ കുറിച്ചോ അല്ലെങ്കിൽ അഭയാർത്ഥികളാക്കപ്പെടുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോലും അന്ന് മുതൽ നമ്മൾ കേൾക്കുന്നുണ്ട് ഈ പറയുന്ന ഗസയിലെ മനുഷ്യന്മാരെ ഈ തെക്കൻ ഗസയിലേക്ക് ആക്രമിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഗസ സിറ്റിയിൽ ഈ ഖത്തർ ആക്രമണത്തിന് ശേഷം ഗസ സിറ്റിയിൽ കരയാക്രമണം ഇസ്രായേൽ ആരംഭിക്കുമ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ആളുകളെ തെക്കൻ ഗസയിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യന്മാരെ മുഴുവൻ ഈ പറയുന്ന 25 ലക്ഷം നമ്മൾ പറയുന്നു, 23 ലക്ഷമെങ്കിലും ഇപ്പോഴും ഉണ്ടാവും അവിടുത്തെ ജനത. അവരെ വീണ്ടും ഈ തെക്കൻ ഗസ എന്ന് പറയുന്ന ചെറിയ സ്ഥലത്തേക്ക് ആട്ടി ഓടിക്കുമ്പോൾ അവിടെ താമസിക്കാൻ സ്ഥലമില്ല, ഈ ആക്രമണത്തിൽ പരിക്കേറ്റ മനുഷ്യന്മാർക്ക് ചികിത്സിക്കാൻ സൗകര്യമില്ല, അവർക്ക് ഭക്ഷണമില്ല, ഭക്ഷണം എത്തിക്കാൻ സൗകര്യമില്ല. ഏതെങ്കിലും വിധത്തിൽ ഭക്ഷണം ഈ ഈജിപ്തിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അത് തടയാൻ അവിടെ ഇസ്രായേലുണ്ട്. എന്ന് വെച്ചാൽ ഒരു ടോട്ടൽ അനിഹിലേഷൻ എന്ന് പറയുന്നൊരു പ്രോജക്റ്റാണ് അവിടെ നടക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിലേക്ക് കൊണ്ടെത്തിക്കുക.
അതിന് എത്ര കാലം എടുക്കുമോ അത്രയും കാലം എടുത്തോട്ടെ എന്ന് ലോകം കാത്തിരിക്കുന്നു. അതാണ് അവസ്ഥ. ഇത് ശരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലോകം നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയായിട്ട് എനിക്ക് തോന്നുന്നു. അത് ബോധപൂർവമായിട്ടുള്ള ഒരു നിസ്സഹായ അവസ്ഥയാണോ അല്ല എന്നുള്ളത് നമുക്ക് അത് വേറൊരു ചർച്ച. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ ഈ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ഒരു 2024 ഒരു റിപ്പോർട്ട് അവർ പബ്ലിഷ് ചെയ്തത്. അതിന്റെ ടൈറ്റിൽ തന്നെ എനിക്ക് തോന്നുന്നു ഹോപ്പ്ലെസ് സ്റ്റാർവിംഗ് ആൻഡ് ബിസേജ്ഡ് എന്നുള്ള ഇതിലൊരു അവർ ലേഖനം എഴുതിയായിരുന്നു. മീൻസ് ഒരു ആർട്ടിക്കിൾ, ഒരു വലിയൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിൽ ഡീറ്റെയിൽ ആയിട്ട് അവർ പറയുന്നുണ്ട് ഗാസയിലെ ജനങ്ങൾ ഫേസ് ചെയ്യുന്ന പലതരത്തിലുള്ള ഈ ഒരു ഡിസ്പ്ലേസ്മെന്റിന് ബന്ധപ്പെട്ട് അതിൽ ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോന്റെ വയലേഷനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒക്കുപ്പൈഡ് ടെറിട്ടറിയിൽ ഇപ്പം രാജീവ് സാർ തന്നെ പറഞ്ഞ പോലെ ഈ ആളുകൾക്ക് നമ്മളിപ്പോ നോർമലി ഒരു മനുഷ്യന് ആവശ്യമുള്ള ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊന്നും ഇവർക്കില്ല. മീൻസ് ഒരു തരത്തിലുള്ള ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ ഇപ്പൊ നമുക്കൊക്കെ ഒരു ഐഡന്റിറ്റി കാർഡ് ഉണ്ട്, ആധാർ ഉണ്ട്. അപ്പൊ ആധാർ ഇല്ലാഞ്ഞാലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് ഇതിലാണ് നമ്മളൊരു കൺസേൺ. ഈ പറഞ്ഞ ജനങ്ങൾക്ക് സ്വന്തമായിട്ട് പാസ്പോർട്ട് ഇല്ല, ആധാർ ഇല്ല, അല്ലെങ്കിൽ ഒരു ഐഡന്റിറ്റി ഡോക്യുമെന്റ്സും അല്ലെങ്കിൽ ഉള്ളതിന് തന്നെ പ്രത്യേകിച്ച് വാലിഡ്, ഒരു എത്രത്തോളം വാലിഡ് ആണെന്നുള്ള ചോദ്യം കിടക്കുന്നത്. ഇങ്ങനത്തെ ഒരു ജനതയാണ്. ഇവർക്ക് ആകെ എന്തെങ്കിലും സഹായം കിട്ടുന്നത് ഇന്റർനാഷണൽ ഈ ഹ്യൂമാനിറ്ററിയൻ ഏജൻസീസും അല്ലെ UNന്റെ തന്നെ UNRWA പോലത്തെ റിഫ്യൂജി ഏജൻസികളാണ് സഹായം കൊടുക്കുന്നത്. ഈ പറഞ്ഞ പോലെ അതിന്റെ കീഴിലാണ് അവിടുത്തെ സ്കൂളുകൾ റൺ ചെയ്യുന്നതും ഹോസ്പിറ്റൽസ് റൺ ചെയ്യുന്നതും എല്ലാം. ഈ അറ്റാക്ക് തുടങ്ങിയ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും, ഈ ഗാസയിലുള്ള ഹമാസ് മിലിറ്റന്റ് ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്തതിലേറെ കൂടുതലായിട്ട് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ടാർഗറ്റ് ചെയ്തത് അവിടുത്തെ ഇന്നസെന്റ് ആയിട്ടുള്ള സാധാരണക്കാരെയും അവർ ജീവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ കെട്ടിടങ്ങളെയും ആ ഹോസ്പിറ്റലുകളും സ്കൂളുകളെയും ഒക്കെയാണ്, അല്ലെങ്കിൽ എന്തിനേറെ പറയുന്നത് റെഫ്യൂജി ക്യാമ്പുകളൊക്കെയാണ് കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്തത്. അപ്പൊ ഒരു മനുഷ്യന് ഒന്നും വേണ്ട, ഒരു മഴയത്തോ അല്ലെങ്കിൽ വെയിലത്തോ കയറി നിൽക്കാനുള്ള ഒരു കൂര അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് അതുപോലും ബാക്കിയാക്കാത്ത രീതിയിലാണ്, ആ തരത്തിൽ നിരപ്പാക്കുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ ഒരു പേരും എന്താണ്, ഇസ്രായേലിന്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഹമാസ് മിലിറ്റൻസിനെ കണ്ടെത്താൻ എന്നാണ് പറയുന്നത്. ഇതിനൊക്കെ എന്ത് കാര്യത്തിലും ഒരു യുദ്ധത്തിലാണെങ്കിലും അത് യുദ്ധത്തിനൊരു നിയമമുണ്ട്, ജനീവ കൺവെൻഷൻ ഉണ്ട്, ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോ ഉണ്ട്, അല്ലെങ്കിൽ UN റെസൊല്യൂഷൻസ് ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും പാലിക്കാൻ ഒരു രാഷ്ട്രത്തിന് താല്പര്യമില്ല, അല്ലെങ്കിൽ ഇതൊന്നും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന് അപ്ലിക്കബിൾ അല്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു ജനോസൈഡ് ആക്ച്വലി നടക്കുന്നത്. ഇത് ശരിക്കും ഞാൻ യുദ്ധമായിട്ടല്ല ഞാൻ ഇതിനെ കാണുന്നത്, ഒരു ജനോസൈഡ്, ഒരു വംശഹത്യ പ്രോസസ് തന്നെ ആക്ച്വലി നടന്നുകൊണ്ടിരിക്കും ലോകത്തിന്റെ കൺമുന്നിൽ. അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രങ്ങളും, അത് അയൽ രാഷ്ട്രങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ സൂപ്പർ പവേഴ്സ് ആയിക്കോട്ടെ, ഏത് രാഷ്ട്രങ്ങളായിക്കോട്ടെ, എല്ലാവരുടെയും കൺമുന്നിൽ എല്ലാവരെയും നിസ്സഹായരാക്കിക്കൊണ്ട് ഒരു വലിയൊരു ജനവിഭാഗത്തെ ഒരു ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം, ഗാസയിലുള്ള ഏതാണ്ട് എല്ലാ പൗരന്മാരും, അവിടെയുള്ള ഏതാണ്ട് എല്ലാ ആളുകളുടെയും ഫാമിലിയിലെ ഒരു മെമ്പറോ അല്ലെങ്കിൽ ഒന്നിലധികം മെമ്പേഴ്സോ ഒന്നുകിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കും, അല്ല എന്നുണ്ടെങ്കിൽ അവരെ മിസ്സിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇപ്പൊ അതിൽ ഈ അഭയാർത്ഥികൾ അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം, ഇന്നിപ്പോ ഞാനൊരു ഡോക്യുമെന്ററിയിൽ കണ്ടൊരു കാര്യമാണ്. അതായത് രണ്ട് സ്ത്രീകള് നടന്നു പോകുന്നത്. അതില് അവരെ കൂടെ ഒരു കുഞ്ഞുണ്ട്. ഒരു കുഞ്ഞിനെ അവര് തോളത്ത് വെച്ചിരിക്കുന്നു. ഒരാൾ കൈ പിടിച്ച് നടക്കുന്ന ഒരു പുരുഷനാണ്. അയാൾക്ക് കണ്ണ് കാണൂല, അല്ലെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇഞ്ചേർഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെ ഡിസേബിൾ ആയിട്ടുള്ള ഒരുപാട് ആളുകളാണ് ഇത്. പലപ്പോഴും വളരെ ഷോർട്ട് നോട്ടീസിലാണ് ഇസ്രായേൽ ഓരോ ബോംബാർഡ്മെന്റ്സും ഈ ഓരോ ബിൽഡിങ്ങുകൾ തകർക്കുന്നത്. അപ്പൊ അതിന്റെ അകത്തുനിന്ന് ആളുകൾക്ക്, ആരോഗ്യമുള്ള ആളുകൾക്ക് തന്നെ രക്ഷപ്പെടാനുള്ള സാവകാശവും സമയം കിട്ടാത്ത കോണ്ടെക്സ്റ്റിൽ അപ്പൊ നമ്മൾ ഡിസേബിൾ ആയിട്ടുള്ള ആളുകളുടെ സേഫ്റ്റി സെക്യൂരിറ്റി നമ്മൾ ചിന്തിക്കണ്ടേ. അതിന്റെ കൂടെ തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഈ അഭയാർത്ഥികളായ കൂട്ടത്തിലുള്ള അതിൽ ഏറ്റവും കൂടുതൽ ഡിസേബിൾ ആയിട്ടുള്ള ആളുകൾ കൂടെ തന്നെ അൺഅക്കമ്പനീഡ് ചിൽഡ്രൻ. അപ്പൊ നമ്മളൊക്കെ ഇപ്പൊ നമ്മളെ മക്കള് ഒറ്റക്കൊരു അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു പേടിയാണ്. വീട്ടിന്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് നമുക്ക് പേടിയാണ്. പട്ടി അടിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്സിഡന്റോ അല്ലെങ്കിൽ വേറെ തട്ടിക്കൊണ്ടോ ഒരുപാട് അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മൾ ആലോചിക്കും നമ്മളെ മക്കളുടെ കാര്യത്തിൽ. അപ്പം ആയിരക്കണക്കിന് കുട്ടികളാണ് അവിടെ ഈ ഒരേ സമയം ഡിസേബിൾഡ് ആൻഡ് അൺഅക്കമ്പനീഡ്. ഈ ഒരു സ്റ്റാറ്റസ് നമ്മൾ ചിന്തിച്ചു നോക്കണം. എന്നിട്ട് ഇവര് തെരുവിലേക്കാണ് ഇവർ ഇറങ്ങുന്നത്. തെരുവിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ പോലത്തെ ഒരു കാലാവസ്ഥ ഒന്നുമല്ലല്ലോ അവിടെ. ഒന്ന് നല്ല മരുഭൂമികൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടെറൈനും ഒക്കെ ഒരു ഭാഗമാണ്. അപ്പൊ ഈ സ്ഥലത്തേക്കാണ് അൺഅക്കമ്പനീഡ് ആയിട്ടുള്ള ഡിസേബിൾ ആയിട്ടുള്ള ആ ആളുകൾ അടക്കം ഇതിലേക്കാണ് വരുന്നത്. എങ്ങോട്ടാണ് പോകുന്നത്?
പോവാൻ എന്തെങ്കിലും മാർഗമോ അല്ലെങ്കിൽ എങ്ങോട്ടേക്കാണെന്നുള്ള ഒരു ഐഡിയയോ അല്ലെങ്കിൽ ലോണിന്റെ പേര് അവർക്ക് എന്തെങ്കിലും സഹായമോ ഒരു തുള്ളി വെള്ളമോ അതിനൊന്നുള്ള ഒരു സാഹചര്യമില്ല. അവിടുത്തെ ഏതാണ്ടല്ല ഇൻഫ്രാസ്ട്രക്ചർ. ആ ഇൻഫ്രാസ്ട്രക്ചറിൽ അവിടുത്തെ വെള്ളം ശുദ്ധീകരിക്കാനുള്ള പ്ലാന്റുകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതാണ്ടെല്ലാ ബേസിക് ഒരു മനുഷ്യനെ ജീവിക്കാൻ വേണ്ട ബേസിക് ആയിട്ട് എന്തൊക്കെ വേണോ അതെല്ലാം തകർത്തിട്ടുണ്ട്. എല്ലാത്തിന്റെ പേരെന്താണ്? ഇസ്രായേലിന്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ. 2 വർഷമായിട്ട് ഇസ്രായേൽ ഇസ്രായേലിന്റെ സേഫ്റ്റി അല്ല ലിറ, അതിന് പറയുന്ന ന്യായം ഞങ്ങൾക്ക് ഞങ്ങളെ പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്, അതാണ് ന്യായം. അല്ല, 948 മുതൽ പ്രതിരോധിക്കുന്നുണ്ട്, ഇന്നേ വരെ അത് പ്രതിരോധിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു പരമ യാഥാർത്ഥ്യം. അപ്പൊ ഈ പറഞ്ഞ പ്രതിരോധിക്കാനുള്ള ഒരു സ്ട്രാറ്റജി കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്രയും കാലം അവർ ചെയ്തിരുന്നത് ശരിയായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഒരിക്കലും കണ്ടിന്യൂ ചെയ്യലുണ്ടോ? അതൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് എന്തുകൊണ്ടാണ് ഇസ്രായേലിന് ഇപ്പോഴും ഉള്ളത് എന്ന് നമ്മൾ ഇതിന്റെ കൂടെ ചിന്തിക്കണ്ടേ? ഈ ഓരോ തവണ വയലൻസ് കഴിയുമ്പോഴും പുതിയ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് അല്ലെങ്കിൽ മിലിറ്റന്റ് ഓർഗനൈസേഷൻസ് അവിടെ ഫോം ചെയ്യുന്നു. അല്ലാതെ ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിന്റെ സെക്യൂരിറ്റി അവിടെ ഒരിക്കലും സംഭവിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളതും കൂടി ചിന്തിക്കണ്ടേ? കാര്യം ഇപ്പം ഹമാസിന്റെ ഒരു ഫോർമേഷൻ നമുക്ക് അതിന്റെ ഒരു കോണ്ടക്സ്റ്റ് 987 ഇൻതിഫാദയുടെ സമയത്താണ്, പലസ്തീൻ അപ്രൈസിംഗ്. അത് ഈ പറഞ്ഞ ഇസ്രായേലിന്റെ ഒക്കുപേഷനും അല്ലെങ്കിൽ അട്രോസിറ്റീസിനും അല്ലെങ്കിൽ സെറ്റിൽമെന്റ് പോളിസീസൊക്കെ എതിരായിട്ട് അല്ലെങ്കിൽ അന്നുണ്ടായ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സംഘടന ഫോം ചെയ്യുന്നത്. അപ്പൊ എന്ത് തന്നെയായാലും ഇപ്പോൾ ത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നരനായാട്ടോ അല്ലെങ്കിൽ നരഹത്യയോ വംശഹത്യയോ എന്ത് പേര് വിളിച്ചാലും അതിന് കുറയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിന് മിലിറ്റൻസിനെ അവർ ടാർഗറ്റ് ചെയ്തോട്ടെ. ഇസ്രായേലിന് വേണമെങ്കിൽ പറയാം അവർക്ക് അതിനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. കാരണം അവരുടെ ടെറിട്ടറിക്ക് അകത്ത് കയറിയിട്ട് അതിലൊരു വ്യത്യാസം ഉണ്ടല്ലോ ലിറാറ്. നമ്മൾ ഈ ഹിസ്റ്ററി മുഴുവൻ പരിശോധിച്ചാൽ വേണ്ട, 948 മുതൽ ഇങ്ങോട്ടുള്ള അല്ലെങ്കിൽ 967 സിക്സ് ഡേ വാർ എടുത്താൽ, അതിനുശേഷമുള്ള പല ഘട്ടങ്ങളിൽ നടന്ന ആക്രമണങ്ങളെടുത്താൽ, വംശഹത്യാശ്രമം എടുത്താൽ, അതിൽ നിന്നൊക്കെ ഭിന്നമായൊരു സംഗതിയല്ലേ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് ഒരു ട്രൂസിലേക്ക് പോവുകയാണെന്ന് തന്നെ നമ്മൾ വിചാരിക്കാം. ഇപ്പോൾ ഖത്തറിനെ ഇൻവോൾവ് ചെയ്യിക്കാത്തത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ട്രൂസിലേക്ക് പോവുകയാണെന്ന് നമ്മൾ വിചാരിക്കുക. ആ ട്രൂസിന് ശേഷം പോലും ഈ വംശഹത്യ തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളൊരു സിറ്റുവേഷനാണല്ലോ നമ്മൾ കാണുന്നത്. കാരണം വെച്ചാൽ മനുഷ്യന്മാർക്ക് ഭക്ഷണമില്ല, ആരോഗ്യ പരിചരണത്തിന് വേണ്ട സംവിധാനങ്ങളില്ല, ഹോസ്പിറ്റൽസ് ഇല്ല. ഹോസ്പിറ്റൽസ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള മുറിവുകളോ രോഗമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥയോ അല്ല അവിടുത്തെ മനുഷ്യർ നേരിടുന്നത്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുക, ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന വിധത്തിലുള്ളൊരു വംശഹത്യാ പദ്ധതി അഭയാർത്ഥികളായവരിൽ തന്നെ കൂടുതൽ പേർ രോഗികളോ പ്രായമായവരോ ആക്കിക്കൊണ്ട്, കൂടുതൽ മുറിവേറ്റവരാക്കിക്കൊണ്ട്, അങ്ങനെ മുറിവേറ്റവർക്ക് തന്നെ വേണ്ട ചികിത്സാ സംവിധാനങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട്, ഇതൊരു ലോങ് എന്താ പറയുക, കുറച്ച് കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ നീണ്ടു നിന്നാൽ സ്വയം ഈ വംശം ഇല്ലാതായിക്കൊള്ളും എന്നുള്ളൊരവസ്ഥ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒക്കെ വളരെ ആസൂത്രിതമായി നടക്കുന്നൊരു പരിപാടിയായിട്ടല്ലേ നമ്മളിതിനെ കാണേണ്ടത്. ഇതില് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിന്റെ രാജീവ് സാറ് ആ ഒരു ചോദ്യത്തിൽ എനിക്ക് തോന്നുന്നപ്പം ഡൊണാൾഡ് ട്രംപും അതേപോലെ ഇസ്രായേലി ഫൈനാൻസ് മിനിസ്റ്ററും ഓൾറെഡി ഈ ഗാസ സ്ട്രിപ്പിനെ ഏത് തരത്തിലൊരു റിയൽ എസ്റ്റേറ്റ് നേരത്തെ പ്രഖ്യാപിച്ച ആളുകളാണ്, വളരെ ഓപ്പൺലി പറഞ്ഞ ആളുകളാണ്. മീൻസ് അതായത് ഏകദേശം 23 ലക്ഷം ആളുകളെ അവിടുന്ന് കുടിയൊഴിപ്പിക്കുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഓൾറെഡി തീരുമാനിച്ചൊരു കാര്യം പോലെ അവർ ചെയ്യുന്നത്. ഇതിലൊരു വൈരുദ്ധ്യം നമ്മൾ കാണേണ്ടത് എന്താ വെച്ചാൽ, ഇപ്പം ഈ രീതിയിൽ ആളുകളെ തുടച്ചു നീക്കിയാൽ ഈ പലസ്തീനൻസ് അതോടുകൂടി ഇല്ലാതാകുമോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പം നമ്മളിതിൽ ചിന്തിക്കേണ്ടത് ഇത് ചെയ്യുന്ന ആളുകൾ ആരാന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വൈരുദ്ധ്യം. അല്ലെങ്കിൽ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു തമാശയാണോ അല്ലെങ്കിൽ ഒരു ട്രാജഡി ആണോ അതിനെ കണ്ട് എനിക്കറിയില്ല. കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട ഒരു ജനതയാണ് ഈ ജൂയിഷ് കമ്മ്യൂണിറ്റി. അതാരും ലോക ചരിത്രം വരച്ചത് നമുക്കറിയാം. പ്രത്യേകിച്ച് യൂറോപ്യൻസിന്റെ ഇടയിലാണ് ഇവർ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിയത്. നമുക്ക് ഹോളോകോസ്റ്റ് നമ്മൾക്കറിയാം, ആന്റി സെമിറ്റിസം നമ്മൾക്കറിയാം, അല്ലെങ്കിൽ ആൻ ഫ്രാങ്കിന്റെ ഡയറി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് ഈ ജൂയിഷ് കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ ഈ ഒരു പീഡനങ്ങളും അല്ലെങ്കിൽ ഇത്തരം പ്രയാസങ്ങൾ നേരിട്ടത് സാറിസ്റ്റ് റഷ്യയുടെ കാലത്താണ്. സാർ നിക്കോളാസ് രണ്ടാമന്റെ കോണ്ടാക്സിലാണ്.
അവിടുന്നാണ് ഇവർ ഏറ്റവും കൂടുതൽ ആട്ടി ഓടിക്കപ്പെട്ടത്. അല്ലെങ്കിൽ ഈസ്റ്റേൺ യൂറോപ്പിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആദ്യത്തെ ജൂയിഷ് പലായനയിൽ കുടിയേറ്റം പലസ്തീനിലേക്ക് നടക്കുന്നത്. 1880 മുതൽ അത് നടക്കുന്നുണ്ട്. അലിയ എന്നാണ് ഒരു പ്രോസസ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നീട് വേൾഡ് വാർ, ഇന്റർ വാർ പീരീഡ് സമയത്താണ് 1930s ഏറ്റവും കൂടുതൽ പിന്നീട് വലിയൊരു ഫ്ലോ നടക്കുന്നത്. അത് നാസി ജർമ്മനിയുടെ ഒരു കോണ്ടാക്ട്, ഹിറ്റ്ലറിന്റെ ഒരു കാലത്താണ്. അവിടെയും എന്താണ്, ഈ ജൂയിഷ് കമ്മ്യൂണിറ്റി വേട്ടയാടപ്പെട്ടു. ഇതിന്റെ ഒരു വൈരുദ്ധ്യം, ഈ വേട്ടയാടപ്പെട്ട ഗ്യാസ് ചേമ്പറിൽ നിന്ന് രക്ഷപ്പെട്ട മനുഷ്യന്മാരാണ് അങ്ങോട്ട് പോകുന്നത്. അവിടുന്ന് അന്ന് അവരെ വേട്ടയാടിയ ആളുകളാണ് ഇന്ന് അവരുടെ കൂടെ നിന്നിട്ട് അന്ന് അവർക്ക് അഭയം കൊടുത്ത, താൽക്കാലികമായിട്ടെങ്കിലും അഭയം കൊടുക്കാൻ മനസ്സ് കാണിച്ച ജനങ്ങൾക്കെതിരെ ഈ നീങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. അന്ന് അവരെ വേട്ടയാടി ഏതാണ്ട് എല്ലാ യൂറോപ്യൻസും നമുക്കറിയാം ഒരു തരത്തിൽ മറ്റൊരു തലത്തിൽ ഇസ്രായേലിനെ വർഷങ്ങളോളം സഹായിച്ച് ഇപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് രാഷ്ട്രങ്ങൾ നമുക്കറിയാം. കുറെ രാഷ്ട്രങ്ങളുടെ മനസ്സൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെട്ട, ഇരയാക്കപ്പെട്ട ഒരു ജനത കാരണമാണ് ഇപ്പോ പലസ്തീനിയൻസ് ഇരയാക്കപ്പെടുന്നത് അല്ലെങ്കിൽ വേട്ടയാടപ്പെടുന്നത് എന്നുള്ള വൈരുദ്ധ്യം ഇവിടെ കിടക്കുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു, അന്ന് അവർക്ക് അഭയം കൊടുത്തു, അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റേജിൽ ഫസ്റ്റ് വേവ് ഓഫ് ഈ ജൂയിഷ് ഇമിഗ്രേഷൻ ടൈമിൽ പലസ്തീനൻസ് അവരെ റിസീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ they were ready to integrate them to the Palestinian society or economy. പിന്നൊരു സ്റ്റേജിലാണ് ഈ പലസ്തീനൻസ്, നാറ്റീവ് ആയിട്ടുള്ള അറബ്സിന് അത് തിരിച്ചറിയുന്നത് ഇവരുടെ ഉദ്ദേശം ഒരു കുടിയേറ്റം എന്നുള്ളതിന് അപ്പുറത്തായിട്ട് ഒരു സ്റ്റേറ്റ് ഫോർമേഷൻ എന്നുള്ളത് കൂടി തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമാണ് അവർ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും അല്ലെങ്കിൽ റിവോൾട്ടിലേക്ക് കടക്കുന്നത്. 1926 അല്ലെങ്കിൽ 36, 39 ആ സമയത്തൊക്കെ ഒരുപാട് റിവോൾട്ട് നടക്കുന്നുണ്ട്. അപ്പോ ഇവര് ഒരു തരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ദേ ആർ ആക്ച്വലി ചീറ്റഡ് ബൈ ദ വേൾഡ്. അത് പല കോണ്ടെക്സ്റ്റില്, പല വർഷങ്ങളിലും പല ആക്ടേഴ്സ്, ആദ്യം ജൂതന്മാര് കാരണം, പിന്നീട് മൊത്തം യൂറോപ്യൻസ്, അത് എസ്പെഷ്യലി ബ്രിട്ടൻ, പിന്നീട് യുണൈറ്റഡ് നാഷൻസ് അവരെ ചതിക്കുന്നു, പിന്നീട് US, ഇപ്പൊ US-ന്റെ ഒരു കാലാണ്. അതിന്റെ കൂടെ തന്നെ നൈബറിംഗ് അറബ് കൺട്രീസ്, ഇങ്ങനെ എല്ലാവരാലും ചതിക്കപ്പെട്ട അല്ലെങ്കിൽ ചീറ്റഡ് ബൈ ദ വേൾഡ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാം. അങ്ങനത്തെ ഒരു ജനവിഭാഗമാണ് ആക്ച്വലി ഒരു പലസ്തീനിയൻസ്. അതിപ്പോ UN-ന്റെ ഒരു പാർട്ടീഷൻ പ്ലാൻ, റെസൊല്യൂഷൻ 181 പ്രകാരമുള്ള 1947 പാർട്ടീഷൻ പ്ലാന് 55% പലസ്തീനിയൻ ഭൂമിയാണ് ജൂയിഷ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. 55%. അതായത് അന്ന് 33% മാത്രമാണ് ജൂയിഷ് കമ്മ്യൂണിറ്റി അവിടെ ഉള്ളത് എന്ന് കൂടി നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണം. അത് തന്നെ ഈ പറഞ്ഞ മാസ് ജൂയിഷ് ഇമിഗ്രേഷൻ, അത് ബ്രിട്ടന്റെ ഒക്കെ സഹായത്തോടു കൂടിയും അല്ലാതൊക്കെ ആയിട്ട് നടക്കുന്ന ജൂത കുടിയേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് 1947 33% ജൂത ജനത പലസ്തീനിൽ വരുന്നത്. എന്നിട്ട് അവർക്ക് 55% ലാൻഡാണ് UN ഈ ഒരു പാർട്ടീഷൻ പ്ലാനിലൂടെ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ പല തരത്തിൽ, പല കോണ്ടെക്സ്റ്റിൽ ഇവര് എന്താണ്, ലോകത്തിന്റെ പല ആക്ടേഴ്സ്, പല രാഷ്ട്രങ്ങളും പല സംഘടനകളും ഇവരെ ചതിച്ചു. അവസാനം ഇപ്പൊ അവരെ ഒരു കോർണറിലേക്ക് എത്തിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി ആ കോർണറിൽ നിന്നും അവർ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ള ചോദ്യമാണ് ഇനി ബാക്കി കിടക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ഒരു പലായനത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ആരും അവരെ സഹായിക്കാനില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു നിസ്സഹായമായുള്ള ഒരു അവസ്ഥ. റൈറ്റ്. ഞാനൊരു അവസാനമായിട്ടൊരു കാര്യം ചോദിച്ചത്, ഇപ്പോൾ ഇതുവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2023 ഒക്ടോബർ 7 ഒരു മാർക്കായിട്ട് നമ്മളെടുത്താൽ അതിനു മുമ്പ് തന്നെ ഏതാണ്ട് 50 ലക്ഷം ഫലസ്തീൻ പൗരന്മാർ, ഫലസ്തീനികൾ, അവർ അഭയാർത്ഥികളാക്കപ്പെട്ടിട്ടുണ്ട്. അവർ ആ പ്രദേശത്തല്ല, പുറത്തേക്ക് അഭയാർത്ഥികളാക്കപ്പെട്ടിട്ടുണ്ട്. ജോർദാനിലായാലും ഈജിപ്തിലായാലും, അല്ലെങ്കിൽ അവർക്ക് അഭയം കിട്ടിയ രാജ്യങ്ങളിലായിട്ട് അവർ അഭയാർത്ഥികളാക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അവിടെ ശേഷിക്കുന്നത് ഒരു 20 മുതൽ 24 വരെ അല്ലെങ്കിൽ 25 ലക്ഷം വരെ മനുഷ്യന്മാരാണ്. അവരെയാണ് നമ്മളല്ല, ഇസ്രായേൽ ഇങ്ങനെ തള്ളി തെക്കൻ ഗാസ സ്ട്രിപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. അവരൊരു പക്ഷേ വൈകാതെ അഭയാർത്ഥികളായേക്കാം. അവരുടെ രാജ്യത്തല്ല, പുറത്തേക്ക് അഭയാർത്ഥികളായേക്കാം. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യന്മാരെ മുഴുവൻ അഭയാർത്ഥികളാക്കി മാറ്റിക്കൊണ്ട് ഈ മെഡിറ്ററേനിയൻ സമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു 45 കിലോമീറ്റർ നീളത്തിലും 12 മുതൽ 13 വരെ വീതിയിലും മാക്സിമം നിൽക്കുന്ന ആ പ്രദേശത്തെ കൊള്ളാവുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ഏരിയ ആയിട്ട് മാറ്റിയെടുക്കുക എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ മനസ്സിലെ ആശയം, അതാണ് ഇനി നടപ്പാക്കപ്പെടാൻ പോകുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം എന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി കിടക്കുന്നുണ്ട് രാജീവ് സാറ്. കാരണം ഈ ഗാസ സ്ട്രിപ്പിൽ നിന്ന് പോകുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടുമുള്ള പിന്നെ ഒരു ഓപ്ഷൻ ഒന്നുകിൽ കടലിൽ മുങ്ങി ചാവുക, അല്ലാന്നുണ്ടെങ്കിൽ റഫ ബോർഡർ കടന്ന് ഈജിപ്തിന്റെ സിനായ് പെനിൻസുലേക്ക് പോകുക എന്നുള്ളതാണ്.
അപ്പൊ അതിന് ആരുടെ സമ്മതം വേണം? ഈജിപ്തും കൂടി അതിന് വില്ലിംഗ് ആയിരിക്കണം എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. ഓക്കെ, ഈജിപ്ത് വില്ലിംഗ് ആയിരിക്കണം. ഈ പറഞ്ഞ പലസ്തീനൻസ് ഗാസ സ്ട്രിപ്പിൽ നിന്ന് വിട്ട് അല്ലെങ്കിൽ മാതൃരാജ്യം വിട്ട് പോവാൻ അവരും തയ്യാറായിരിക്കണം. അങ്ങനെ ഒരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. അവര് നേരത്തെ അതിന് തയ്യാറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ അതൊരിക്കലും സംഭവിക്കൂല. അങ്ങനെ സംഭവിക്കണമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം ഏതൊരു വ്യക്തിയുടെയും അവകാശമാണ് ജനിച്ച നാട്ടിൽ അതിനുള്ള അവകാശം ഓരോ വ്യക്തികൾക്കുണ്ട്. അത് ഗാസക്കാർക്കുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു അവകാശമാണ്. നമ്മൾ ജനിച്ച നാട്ടിൽ ജീവിക്കാനുള്ള ഒരു അവകാശം, അല്ലെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട ഒരു ലാൻഡ് പുറത്തു നിന്ന് വന്ന ഒരു ആളുകൾ പറയുന്നു നിങ്ങൾ ഇവിടുന്ന് ഒഴിയണം, ഇന്ന സ്ഥലത്തേക്ക് മാറണമെന്ന് പറയുമ്പം അത് ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആ ഒരു ദൃഢനിശ്ചയത്തിലാണ് അവർ ആക്ച്വലി ഇത്രയും കാലം അവർ പിടിച്ചു നിന്നത്. ഇപ്പൊ പക്ഷെ ഞാൻ പറയും, എല്ലാവരും മനുഷ്യന്മാരാണല്ലോ, ഒരു പരിധി ഇല്ലേ ഇതിനൊക്കെ. ആളുകൾക്ക് പട്ടിണി കിടക്കുന്നു, അല്ലെങ്കിൽ എങ്ങോട്ടും പോവാൻ ഒരിടമില്ല, എവിടെയും കയറി നിൽക്കാൻ ഒരു കൂരയില്ലാത്തൊരവസ്ഥ വരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും ഒരു പക്ഷെ കുറച്ച് ആളുകൾ ഈ സിനായ് പെനിൻസുലയിലേക്ക് കടക്കാം, അല്ലെങ്കിൽ ഈജിപ്ത് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അവർ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കാം. അപ്പോഴും ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ച് ആളുകളുടെ ബാക്കിയാവും. അപ്പൊ നമുക്ക് അടുത്തൊരു എപ്പിസോഡ് ഓഫ് വയലൻസ് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ആ സമയത്ത് വീണ്ടും കുറച്ച് ആളുകളെ അവിടുന്ന് തുടച്ചു നീക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ പലസ്തീന്റെ ഷ്രിങ്കിങ് പലസ്തീൻ നമ്മൾ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് ഇങ്ങനെ മനസ്സിലാവും. 1948 മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ ഈ പലസ്തീനിലെ ഒരു ഡെമോഗ്രഫിക് കോമ്പോസിഷനിൽ വരുന്ന മാറ്റങ്ങളും എത്രത്തോളമാണ് പലസ്തീൻ ലാൻഡ് നഷ്ടപ്പെടുന്നതെന്നും. അപ്പം ആദ്യം വെസ്റ്റ് ബാങ്കും ഗാസയും വലിയ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നീട് രണ്ട് സൈഡിലേക്ക് മാറിപ്പോകുന്നു. പിന്നീട് വെസ്റ്റ് ബാങ്കിന്റെ ഇടയിൽ ഒരുപാട് തുരുത്തുകൾ വരുന്നു, ജൂയിഷ് സെറ്റിൽമെന്റ്സ്. ഗാസ വീണ്ടും ചെറുതായിട്ട് ഒരു കോർണറിലേക്ക് പോകുന്നു. അപ്പൊ ഈ തരത്തിൽ മാപ്പിൽ അതിനനുസരിച്ചുള്ള നമ്മൾ ഇതിന്റെ കൂടെ കാണും. ലോകത്തിൽ ഒരു പക്ഷേ സ്വന്തമായിട്ട് പെർമനന്റ് ആയിട്ട് ഒരു ബൗണ്ടറി ഇല്ലാത്ത ഒരു രാഷ്ട്രം ഒരു പക്ഷേ ഇസ്രായേൽ മാത്രമായിരിക്കാം. നമ്മൾ അതും കൂടി ഇതിന്റെ കൂടെ ചിന്തിക്കേണ്ടത്. 1947 പാർട്ടീഷൻ പ്ലാനിൽ 55% ലാൻഡ് ഇസ്രായേലിന് കൊടുത്തു എന്ന് പറയുന്നു. ആദ്യത്തെ വാറിൽ തന്നെ അഡീഷണൽ ആയിട്ട് ഒരു 23% ലാൻഡ് വീണ്ടും അവർ ഒക്കുപ്പൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ പലസ്തീനിയൻസിന് വലിയ കമ്പൈൻഡ് അറബ് ഫോഴ്സിനെ അവർ തോൽപ്പിക്കുന്നു. അപ്പൊ തന്നെ ഏകദേശം 78% പലസ്തീൻ ലാൻഡ് അവർ ഒക്കുപ്പൈ ചെയ്യുന്നു. പിന്നീട് 6 ഡേ വാറിൽ ഗാസയും വെസ്റ്റ് അതിലൊരു പ്രശ്നം ഉണ്ടല്ലോ സാറ്, സ്വന്തമായി അതിർത്തി ഇല്ലാത്ത രാജ്യം ഇസ്രായേൽ മാത്രമല്ല ഫലസ്തീൻ കൂടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഇസ്രായേൽ അവരുടെ അതിർത്തി ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടുവരുമ്പോൾ ഇപ്പുറത്ത് ഫലസ്തീനിന്റെ പ്രദേശങ്ങളാണ് ഇങ്ങനെ ചുരുങ്ങി പോകുന്നത്. അപ്പൊ സ്വന്തമായ അതിർത്തി ഇല്ലാത്ത 2 രാജ്യങ്ങൾ അവിടെ ഉണ്ട്. ഇനി അങ്ങോട്ട് രണ്ട് രാജ്യങ്ങൾ ടെക്നിക്കലി ഇപ്പൊ നമുക്ക് അങ്ങനെ പറയാമെങ്കിൽ കൂടി ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും വേൾഡ് പൊളിറ്റിക്കൽ മാപ്പിലോ അല്ലെങ്കിൽ UN തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ടോ പലസ്തീൻ എന്ന രാഷ്ട്രമുണ്ട് എന്നുള്ള? ഇപ്പോഴും നമ്മൾ UN സെക്യൂരിറ്റി കൗൺസിലിലും പല കോണ്ടക്സിലും അങ്ങനെ വോട്ടിങ്ങളിൽ 2 സ്റ്റേറ്റ് സൊല്യൂഷനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ നമ്മൾ ചിന്തിക്കണം, ഇസ്രായേൽ എന്ന സ്റ്റേറ്റ് ആക്ച്വലി ഫോം ചെയ്യുന്നത് 1947 യുണൈറ്റഡ് നാഷൻസ് സ്പെഷ്യൽ കമ്മീഷൻ ഓൺ പലസ്തീന്റെ പാർട്ടീഷൻ പ്ലാൻ പ്രകാരമാണ്, റെസൊല്യൂഷൻ 181. അത് പ്രകാരം ഞാൻ പറഞ്ഞ 55% ഭൂമി ജൂതന്മാർക്കും 44% ഭൂമി അറബികൾക്കും 1% ഭാഗം ഹോളി സൈറ്റ്സ് എല്ലാം വരുന്ന ജെറൂസലേം ഒക്കെ വരുന്ന ഭാഗം ഒരു ഇന്റർനാഷണൽ ട്രസ്റ്റിഷിപ്പ് കൗൺസിലിന് കീഴിലും. ഇതാണ് പ്രപ്പോസൽ. ഈ പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ എന്ന ഒരു സ്റ്റേറ്റ് ഫോം ചെയ്യുന്നതും ആ സ്റ്റേറ്റ് ഫോം ചെയ്യുന്ന വിത്തിൻ 10 മിനിറ്റ്സ് അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾ അതിന് അംഗീകരിക്കുന്നു. പിന്നീട് റഷ്യ അംഗീകരിക്കുന്നു, ഒരുപാട് രാഷ്ട്രങ്ങൾ പിന്നീട് അംഗീകരിച്ചു. അറബ് രാഷ്ട്രങ്ങൾ മെല്ലെ മെല്ലെ അംഗീകരിച്ചു. ആദ്യം ഈജിപ്ത് 1978, 94 ജോർദാൻ അംഗീകരിച്ചു. അപ്പം പിന്നീട് ഇപ്പൊ നമുക്ക് UAE അടക്കമുള്ള രാഷ്ട്രങ്ങളെ ഇസ്രായേലുമായിട്ട് പീസ് അഗ്രിമെന്റ് അബ്രഹാം അക്കോർഡൊക്കെ ഒപ്പുവയ്ക്കുന്നു. അപ്പൊ ഇതൊക്കെ ഒരുപാട് സമയമെടുത്ത്. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ കാണേണ്ടത് ആ റെസൊല്യൂഷന്റെ ബേസിൽ ഒരു രാഷ്ട്രം ഫോം ചെയ്തു, മറ്റേ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും ആളുകൾ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഏജൻസീസോ അല്ലെങ്കിൽ ഒരുപാട് രാഷ്ട്രങ്ങൾ അതിനു വേണ്ടി വാദിക്കുന്നു. ഓരോ വർഷം ആകെ അതിൽ വരുന്ന മാറ്റം എന്താ വെച്ചാൽ അതിനു വേണ്ടി വാദിക്കുന്ന അല്ലെങ്കിൽ പലസ്തീനിയൻ കോസിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ അല്ലെങ്കിൽ രാഷ്ട്രങ്ങളുടെ എണ്ണം കൂടുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നമുക്ക് വേണമെങ്കിൽ പറയാം. നേരത്തെ ഉള്ള അത്ര ഏകദേശം 140-ലധികം രാഷ്ട്രങ്ങൾ പലസ്തീൻ എന്ന സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. സ്പെയിൻ അടക്കം നമുക്ക് കാണാൻ ഒരുപാട് യൂറോപ്യൻ രാഷ്ട്രങ്ങൾ, ഇപ്പം ബ്രിട്ടൻ, ഫ്രാൻസ് അവർക്ക് ഓപ്പൺലി ഡിക്ലെയർ ചെയ്തു. അത് ഒരു വലിയൊരു മാറ്റമായിട്ട് കാണാം. അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഇസ്രായേൽ എന്ന സ്റ്റേറ്റ് നിലനിൽക്കുന്നത് ഇതേ റെസൊല്യൂഷന്റെ ബേസിലാണ്. അപ്പം അന്ന് റെസൊല്യൂഷനിൽ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റേറ്റ് എവിടെ പോയി? അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിന് വേണ്ടിയിട്ട് വീണ്ടും UN റെസൊല്യൂഷൻ പാസ്സാക്കേണ്ട അല്ലെങ്കിൽ വീണ്ടും ഒരു വോട്ടിംഗ് ഇടേണ്ട ഒരു സിറ്റുവേഷൻ നമ്മൾ അതും അതിന്റെ കൂടെ ചിന്തിക്കണമല്ലോ. റൈറ്റ്. ഞാൻ അവസാനം ഒരു കാര്യം ചോദിച്ചിട്ട്, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചുകൊണ്ട് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഈ ഗസയിൽ അവശേഷിക്കുന്ന ഈ മനുഷ്യർ അവരങ്ങ് നശിച്ചു പൊക്കോട്ടെ എന്ന് നമ്മളടക്കമുള്ള ലോകം തീരുമാനിക്കും എന്നാണോ നമ്മൾ വിചാരിക്കേണ്ടത്? ഒരു തരത്തിലുള്ള പ്രതീക്ഷയ്ക്കുള്ളൊരവസ്ഥയും
ആ മനുഷ്യർ ഒരുപക്ഷെ അവർ അവരുടെ ഈ കാലം വരെയുള്ള അവരുടെ ഒരു 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 ഫൈറ്റിംഗ് അല്ലെങ്കിൽ അവരുടെ ഒരു പോരാട്ട ശേഷി കൊണ്ട് അവർ തിരിച്ച് പ്രതികരിച്ചേക്കാം, അവർ തിരിച്ച് ഫൈറ്റ് ചെയ്തേക്കാം. പക്ഷേ നമ്മൾ അടക്കമുള്ള ലോകം വിചാരിക്കുന്നത് അവരങ്ങ് നശിച്ചു പോയിക്കോട്ടെ, അല്ലെങ്കിൽ ആ നശിക്കാനുള്ളൊരു അവസ്ഥയായി ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ല, അതുകൊണ്ട് അവരങ്ങ് നശിച്ചു പോകും. അങ്ങനെ നമ്മൾ കാത്തിരിക്കണം എന്നാണോ? ഇതിന്റെ രണ്ട് വശങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഈ ഒരു ന്യൂസ് ആക്ച്വലി ഇതൊരു നോർമൽ ഒരു ഇതായിട്ട് നമ്മളെ മൊത്തത്തിൽ മാറിക്കഴിഞ്ഞു. കാരണം ഇപ്പൊ 2 വർഷമായി ഇപ്പത്തെ ഒരു പുതിയ എപ്പിസോഡ് ഓഫ് വയലൻസ് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഒക്ടോബർ 20 ഇതിന് ശേഷം കഴിഞ്ഞ 2 വർഷം 2023 ഒക്ടോബറിന് ശേഷം ആദ്യത്തെ സമയങ്ങളിൽ നമ്മൾ ഡെത്ത് ടോളും കാഷ്വാലിറ്റീസ് എല്ലാം പത്രങ്ങൾ ഫ്രണ്ട് പേജിൽ കവർ ചെയ്തിരുന്നു. ഇപ്പൊ നമ്മൾ നോക്കിയാൽ മതി എത്ര ലീഡിങ് ന്യൂസ് പേപ്പേഴ്സ്, അത് ലോക്കൽ ന്യൂസ് പേപ്പേഴ്സ് ആയിക്കോട്ടെ, നാഷണൽ ആയിക്കോട്ടെ, ഇന്റർനാഷണൽ ആയിക്കോട്ടെ, അതൊക്കെ ഒരു സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. ഈ സൈഡിൽ പോലും ഇല്ല, അതൊരു വാർത്ത പോലും അല്ല. ഇപ്പോ ഗാസ സിറ്റിക്ക് നേർക്കൊരു ഒരു വലിയ ഒഫൻസീവ് ഉണ്ടാവുമ്പോൾ മാത്രമാണ് കുറെ കാലത്തിന് ശേഷം അതൊരു വാർത്ത പോലും ആവുന്നത്. ആർക്കും അതൊരു വാർത്തയല്ല. അവിടെ മരിക്കുന്ന മനുഷ്യന്മാരോ അവിടുത്തെ കുട്ടികളോ അവിടുത്തെ സ്ത്രീകളോ അതൊന്നും ആരും പ്രശ്നമേ അല്ല. അതിന് ഖത്തറിലെ ആക്രമണത്തിന് ശേഷമാണ് വീണ്ടും അത് ചർച്ചയായത്. അതിന്റെ ഇടയിൽ ഇറാനിലെ ആക്രമണം വന്ന സമയം. അപ്പം ഇതിന്റെ കൂടെ നമ്മൾ ചേർക്കണം, ഇപ്പൊ നേരത്തെ പലസ്തീനിയൻസ്, അത് ഹമാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പലസ്തീൻ ഗ്രൂപ്പ്സ് ജനറലി അവർക്ക് എന്തെങ്കിലും ഒരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നോ അതിന്റെ പകുതി പോലും സ്ട്രെങ്ത് ഇപ്പൊ ഇല്ലാത്തൊരവസ്ഥയാണ്. അത് നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണം. കാരണം ഇറാൻ സപ്പോർട്ട് ചെയ്യാൻ വളരെ വീക്ക് ആയിട്ടുള്ള പൊസിഷനിലാണ്. ഹിസ്ബുള്ള ഏതാണ്ട് വീക്കൻ ചെയ്തു, ഹൂത്തീസിനെ ഏതാണ്ട് തകർത്തിട്ടുണ്ട്, ഹമാസിന്റെ ഏതാണ്ട് എല്ലാ ഇൻഫ്രാസ്ട്രക്ചേഴ്സും ഫൈറ്റേഴ്സും ലീഡേഴ്സും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, പലസ്തീൻ ഗാസയിൽ തന്നെയുള്ള ഏതാണ്ട് എല്ലാ ജനറൽ ഇൻഫ്രാസ്ട്രക്ചറും അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, പാരലായിട്ട് വെസ്റ്റ് ബാങ്കിൽ ഇൻവേഷനും സെറ്റിൽമെന്റ് പോളിസികളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് മധ്യസ്ഥം അല്ലെങ്കിൽ സീസ് ഫയറിന് വേണ്ടി ശ്രമിച്ചിരുന്ന ഒരു രാഷ്ട്രമാണ് ഖത്തർ. ഖത്തറിനെയും ഒരു തരത്തിൽ ഒരു മെസ്സേജ് കൊടുത്തു, ഖത്തറും ആക്രമിക്കപ്പെട്ടേക്കാം എന്നുള്ള. അപ്പം ഇവർക്ക് ഒരു തരത്തിൽ ഇപ്പോൾ ആരടുത്തൊന്നും അല്ലെങ്കിൽ ഒരു പ്രത്യക്ഷത്തിൽ, അത് പൊളിറ്റിക്കലി ആയിക്കോട്ടെ, എക്കണോമിക്കലി ആയിക്കോട്ടെ, മിലിറ്ററിയിലായിക്കോട്ടെ, ഏതെങ്കിലും തരത്തിൽ ഇവരെ സഹായിക്കാനുള്ള അല്ലെങ്കിൽ സഹായിക്കാൻ മനസ്സുണ്ടായിരുന്ന അല്ലെങ്കിൽ സഹായിച്ചു കൊണ്ടിരിക്കുന്ന ആക്ടേഴ്സ് എല്ലാം ഇപ്പോൾ ഒരു തരത്തിൽ വീക്കൻ ചെയ്യപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ്. അപ്പം ഇവര് നേരത്തെ പാലായനം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നേരത്തെ കുടിയിറക്കപ്പെട്ട സിറ്റുവേഷനിലേക്ക് അതിലേറെ ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊ വരുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് എത്രത്തോളം തിരിച്ചു വരാൻ പറ്റും, അല്ലെങ്കിൽ എത്ര കാലം അവർക്ക് ഈ ഒരു നരകയാതന, ഈ ഒരു പീഡനങ്ങളോ അല്ലെങ്കിൽ കുടിയൊഴിപ്പിക്കലോ ഈ ബൊംബാർഡ്മെന്റ്സോ, ബൊംബാർഡ്മെന്റ്സ് നമ്മൾ എപ്പോഴെങ്കിലും ഒരു ദിവസം 1-2 നടക്കുന്ന ഒരു കാര്യമല്ല, ത്രൂ ഔട്ട് ഡേ ആൻഡ് നൈറ്റ് നടക്കുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അപ്പൊ അതിന്റെ ഇടയിലാണ് ആളുകൾ, ഞാൻ ഈ പറഞ്ഞ എല്ലാ കാറ്റഗറിയാണ്, സ്ത്രീകളായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, ഗർഭിണികളായിക്കോട്ടെ, ഡിസേബിൾ ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, അൺകമ്മ്യൂണിറ്റി ചിൽഡ്രൻ ആയിക്കോട്ടെ, എൽഡർലി ആയിക്കോട്ടെ, ഇവരൊക്കെ ജീവിതം ഇതിന്റെ ഇടയിലാണ്. ഒരു ഷെൽട്ടർ പോലും ഇല്ലാതെ അതിന്റെ ഇടയിൽ ഇവരൊക്കെ നരക ജീവിതം. ഇതിപ്പം ഇങ്ങനെ എത്ര കാലം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ള വലിയൊരു ചോദ്യം അവിടെ ബാക്കിയുണ്ട്. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്ക് ഇനിയിപ്പോ സപ്പോസ് കുറച്ച് കഴിഞ്ഞാൽ 1-2 അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ട് ലോക രാഷ്ട്രങ്ങളെല്ലാം കൂടി ഒരു കൺസെൻസസിൽ എത്തി പലസ്തീൻ എന്ന സ്റ്റേറ്റിനെ റെക്കഗ്നൈസ് ചെയ്ത് ഒരു പലസ്തീൻ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട് എന്ന് കൂട്ടിക്കോട്ടെ. അപ്പോൾ ഈ നഷ്ടപ്പെട്ട ആളുകൾക്ക് അവരുടെ കുടുംബങ്ങള്, അവരെ ജീവിതം അല്ലെങ്കിൽ അവരെ ഇൻഫ്രാസ്ട്രക്ചർ, കുട്ടികളുടെ പഠനങ്ങൾ, ഇപ്പം 2 വർഷമായിട്ട് കുട്ടികളുടെ പഠനം മുടങ്ങി കിടക്കുക. കാരണം എന്താ വെച്ചാൽ സ്കൂളുകളില്ല, അല്ലെങ്കിൽ സ്കൂളുകൾ അഭയാർത്ഥി ക്യാമ്പുകളാക്കി മാറ്റപ്പെട്ടു, യൂണിവേഴ്സിറ്റികളും സ്കൂളുകളും ഹെൽത്ത് സെന്റേഴ്സും എല്ലാം ആക്രമിക്കപ്പെട്ടില്ലേ. അപ്പം അങ്ങനെ ഒരു പലസ്തീൻ സ്റ്റേറ്റ് ഒരു അടുത്തെങ്ങാനും ഉണ്ടാവുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് എവിടെ അല്ലെങ്കിൽ എങ്ങനെ എന്നുള്ള ചോദ്യം കൂടി നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണ്ടേ. കാരണം വെസ്റ്റ് ബാങ്കിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും ഞാൻ ഈ പറഞ്ഞ പോലെ സെറ്റിൽമെന്റുകൾ നടന്നു കഴിഞ്ഞു. അപ്പൊ അവിടെ എങ്ങനെയാണ് ഒരു പുതിയ ഏറ്റവും വലിയൊരു ഒരു ഭൂപ്രദേശം പലസ്തീൻ അതോറിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നത് വെസ്റ്റ് ബാങ്കാണ്. ഈ ഗാസ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ചെറിയൊരു പ്രദേശം മാത്രമാണ്. ഇത് രണ്ടും 2 ഭാഗത്തായിട്ട് കിടക്കുന്ന ടെറിട്ടറീസ് ആണ്. അപ്പൊ അതിന്റെ ഇടയിലൂടെ ഇസ്രായേൽ ടെറിട്ടറി പോകുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു യുണൈറ്റഡ് ഒരു സിംഗിൾ പലസ്തീൻ ടെറിട്ടറി എങ്ങനെ ഫോം ചെയ്യുന്നത്? ഇപ്പൊ 993 ഓസ്ലോ അക്കോർഡിൽ PLOയും അതേപോലെ ഇസ്രായേലും ഒപ്പുവെച്ച ആ ഒരു കരാറിൽ പലസ്തീൻ അതോറിറ്റി പിന്നീട് അതൊരു പലസ്തീൻ സ്റ്റേറ്റിന്റെ ഒരു കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു കരാറ്
ഇസ്രായേൽ പാലിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതില്ലെങ്കിൽ അതിനെ അനുസരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് നടന്ന പല പ്രശ്നങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അവർക്ക് ആ കരാറിലോ അല്ലെങ്കിൽ ഇത്തരം ഇന്റർനാഷണൽ നിയമത്തിലോ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊന്നും പ്രത്യേകിച്ച് കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. അത് ഏതാണ്ട് അത് ഈ ഒരു കാരണം അല്ലെങ്കിൽ മറ്റൊരു കാരണം അവർ കണ്ടെത്തും. കാരണം പലപ്പോഴും നമ്മൾ 2023 ഗാസയിലെ ഈ ഹമാസിന്റെ അറ്റാക്ക് മുതലാണല്ലോ ഇപ്പൊ ചരിത്രം ഒരുപാട് ആളുകൾ വായിച്ചു കാണുന്നത്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കമന്റ്സ് ഒക്കെ കാണുന്നത് 2003 കയറി ചൊറിഞ്ഞതല്ലേ മാന്തിയതല്ലേ എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. പക്ഷെ 2000 മുമ്പും ഗാസയുണ്ട്, 2000 മുമ്പും ഈ പറഞ്ഞ പലസ്തീൻ അഭയാർത്ഥികളുണ്ട്, 2003 മുമ്പും ഇവർ ഒരുപാട് ഉപരോധത്താൽ കഷ്ടപ്പെടുന്ന ആളുകളാണ്. 2023 മുമ്പ് ഒരുപാട് പലസ്തീനിയൻസ് ഇസ്രായേലി പ്രിസൺസ്, ഇന്നസെന്റ് ആയിട്ടുള്ള പലസ്തീൻ പ്രിസൺസ് ഉണ്ട്. അതിലും ഈ പറഞ്ഞ പോലെ 5 വയസ്സുള്ള കുട്ടി മുതലുള്ള ആളുകൾ നമുക്ക് കാണാൻ പറ്റും. 5 വയസ്സെന്ന് ഞാൻ അങ്ങ് പറഞ്ഞാണ്, ഒരുപാട് കുട്ടികളെ നമുക്ക് അതിൽ കാണാൻ പറ്റും. അപ്പം ഈ ഇസ്രായേലി അട്രോസിറ്റീസും ഈ ഒരു ഒക്കുപ്പേഷനും ഇൻവേഷനോ ബൊംബാർഡ്മെന്റ്സോ ഇത് 2023 ഹമാസിന്റെ അറ്റാക്കിന് ശേഷം മാത്രം തുടങ്ങിയ ഒരു പ്രതിഭാസമല്ല എന്നും കൂടി നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കണം. അല്ലെങ്കിൽ ആന്റോണിയോ ഗുട്ടറസ് തന്നെ ഈ ഒരു 2023 അറ്റാക്കിന് ശേഷം പറഞ്ഞൊരു പ്രസ്താവന ഉണ്ട്. 2023 ഹമാസിന്റെ അറ്റാക്ക് അത് ശൂന്യതയിൽ നിന്ന് ഉണ്ടായതല്ല എന്ന് ഞാനല്ല പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലീഡറല്ല, ഈ ആന്റോണിയോ ഗുട്ടറസ് എന്ന വ്യക്തിയാണ് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു ഏറ്റവും ഒരു പരിതാപകരമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ UN സെക്രട്ടറി ജനറൽ ആയിട്ട് ആന്റോണിയോ ഗുട്ടറസ് എന്ന ഫോമർ പോർച്ചുഗീസ് പ്രൈം മിനിസ്റ്റർ, അതിനു മുമ്പ് അദ്ദേഹം ഏതാണ്ട് 10 വർഷത്തോളം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ UNHCR എന്ന സംഘടനയുടെ, അതായത് യുണൈറ്റഡ് നാഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ്, ലോകത്തിലെ എല്ലാ അഭയാർത്ഥികൾക്കും വേണ്ട അല്ലെങ്കിൽ പലായനം ചെയ്യപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടനയുടെ തലപ്പത്ത് വർഷങ്ങളോളം നിന്നൊരു വ്യക്തിയാണ് ഇപ്പോഴത്തെ UN സെക്രട്ടറി ജനറൽ എന്നുകൂടി നമ്മൾ ഇതിന്റെ കൂടെ ഓർക്കണം. അദ്ദേഹം പോലും നിസ്സഹായനായിട്ട് ഈ ഒരു സിറ്റുവേഷൻ 2 വർഷമായിട്ട് നോക്കിക്കാണാൻ മാത്രം വിധിക്കപ്പെട്ട, അല്ലെങ്കിൽ അല്ലെങ്കിൽ UN ആയിക്കോട്ടെ, UNന്റെ തലപ്പത്തുള്ള ആളായിക്കോട്ടെ, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത, എല്ലാവരും ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റീസും മൊത്തത്തിൽ ഹെൽപ്ലെസ് ആയിട്ട് ഹോപ്പ്ലെസ് ആയിട്ട് നോക്കി നിൽക്കുകയാണ് ഈ ഒരു പലസ്റ്റീനിയൻസിന്റെ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് ക്രൈസിസ്. റൈറ്റ്. ഒരുപക്ഷെ നമ്മളുടെ ഓർമ്മയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഭീതിതമായ ഒരു ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആണ് ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ഇങ്ങനെ നിസ്സംഗമായി അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ലാതെ കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മളുള്ളത്. എന്തെങ്കിലും ചെയ്യേണ്ടവരൊക്കെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരവസ്ഥ. 23 ലക്ഷം മനുഷ്യർ ഇങ്ങനെ ഡിസ്പ്ലേസ്ഡായി, അഭയാർത്ഥികളായി, ഏത് നിമിഷവും ഞങ്ങൾക്ക് മേൽ തീഗോളങ്ങൾ പതിക്കാം എന്ന ഭീതിയിൽ ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അതാണ് ഗസ, അല്ലെങ്കിൽ രക്തമിങ്ങനെ നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂപ്രദേശം. അതിനെ അങ്ങനെ തന്നെ നമ്മൾ കാണണം. നാളെ ഗസ സിറ്റി ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. ഇന്നത്തെ ഗസ സിറ്റിയിൽ ഉള്ള കെട്ടിടങ്ങൾ അവിടെ ഉണ്ടായിരിക്കുമോ എന്ന് നമുക്കറിയില്ല. ആശുപത്രികൾ അവിടെ ഉണ്ടായിരിക്കുമോ എന്ന് നമുക്കറിയില്ല. അവിടെ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ നാളെ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. ഒരുപക്ഷെ ആ മനുഷ്യർ തെക്കൻ ഗസയിലേക്ക് ഇങ്ങനെ ഒതുക്കപ്പെട്ട് അവിടെ ഒടുങ്ങാൻ വിധിക്കപ്പെട്ടവരായി മാറും എന്ന് നമ്മൾ കാണണം. അതാണ് ഗസയെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന അവസ്ഥ. ലോകരാഷ്ട്രങ്ങളൊന്നും അവിടെ ഇടപെടാൻ തയ്യാറാകാതെ മാറി നിൽക്കുകയാണ്. ആ മാറി നിൽക്കലിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യവും. അതേക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു നമ്മൾ. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.